ഞങ്ങളങ്ങനെ ലാലേട്ടന്റെ തുടരും മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. എന്താണ് പറയുന്നത് ആസ് എ ലാലേട്ടൻ ഫാൻ? ലാലേട്ടൻ ഫാൻസ് തന്നെ തുടങ്ങാം. പറടാ, എന്ത് പറയാൻ. കാത്തിരുന്ന നിമിഷം, ലാലേട്ടൻ ഫാൻസ് ആഘോഷിക്കാൻ കാത്തിരുന്ന നിമിഷമാണ് അല്ലേ? ഒരു രക്ഷയില്ല മക്കളെ. പണി കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് തരുൺ മൂർത്തി. ആ പണി കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട്. ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനെ കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കാന്നുള്ളത് തരുൺ മൂർത്തിക്ക് വൃത്തിയായിട്ട് അറിയുന്നത് കൊണ്ട്. അതെ, അതായത് ലാലേട്ടന്റെ പുരിക അഭിനയിക്കും, വിരലഭിനയിക്കും, കണ്ണഭിനയിക്കും, പണി അറിയണവനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ലാലേട്ടൻ കംപ്ലീറ്റ് ആക്ടറാണ്. ലാലേട്ടൻ ഷോ, ഔട്ട് ആൻഡ് ഔട്ട് മോഹൻലാൽ ഷോ, അതാണ് ഈ സിനിമ. ആൻഡ് തരുൺ മൂർത്തി മാൻ ഓരോ സീനിലും വെച്ച് ചെയ്ത കാര്യങ്ങൾ, അതായത് എല്ലാ സീനിലും ഈ സിനിമയുടെ ഒരു എന്താ പറയുക കണ്ടിന്യൂവേഷനും കണക്ഷനും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നുന്നൊരു കഥയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒക്കെ വെച്ച് ചെയ്ത കുറേ റെഫറൻസുകൾ, അതൊക്കെ ഭീകര സാധനങ്ങൾ അല്ലേ? ഒരു എന്താ പറയാ, അതായത് ഒരു വേറെ റേഞ്ചിക്കാണ് ഈ പോണത്. അതായത് ഇപ്പം പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഞാൻ പറയാം. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഹോംലി ഫീലിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ഓരോ ക്യാരക്ടറിൻ്റെ ആർക്ക് ബിൽഡ് ചെയ്യുമ്പോഴും ലാലേട്ടനായിട്ട് ആ ക്യാരക്ടർ എങ്ങനെ കണക്ട് ചെയ്യുന്നു, ലാലേട്ടൻ്റെ ക്യാരക്ടറിലേക്ക് എങ്ങനെ, ബെൻസ് എന്നാട്ടോ ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ബെൻസ് ഒരു വണ്ടിപ്രാന്തനാണ്, വണ്ടിപ്രാന്ത് കൊണ്ടാണ് ബെൻസ് എന്ന് പേര് വന്നത്. ലാലേട്ടൻ്റെ ചടാക്ക് കാറുന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം പോകുന്നത്. അതിലേക്ക് ലാലേട്ടൻ്റെ ഫാമിലി വരുന്നു, ഫ്രണ്ട്സ് വരുന്നു, 1-2 ഇൻസിഡൻസ് ഉണ്ടാവുന്നു. ആ ഇൻസിഡൻസ് കാരണം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷിഫ്റ്റ് വരാൻ പോണേന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ക്ലൂ തന്നിട്ട് ഫസ്റ്റ് ഹാഫ് നിർത്തുകയാണ്. ഫോർ മീ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് അതിലെല്ലാം ഉണ്ട്. അതായത് ലാലേട്ടനെ വെച്ച് ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ആർക്ക് ബിൽഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ സെൽഫ് ട്രോൾ പോലത്തെ സാധനങ്ങൾ പ്ലേസ് ചെയ്ത രീതിയുണ്ട്. ലാലേട്ടൻ്റെ തന്നെ സിനിമകൾ, ലാലേട്ടൻ്റെ തന്നെ ഡയലോഗ് 1-2 അല്ല, വെച്ചടിച്ചിരിക്കുക. പക്ഷെ ആ സാധനം എവിടെയും നമുക്കൊരു സിനിമയെ പറഞ്ഞ പോലെ തന്നെ ക്രിഞ്ച് ഫീലില്ല. ഓക്കെ, ചില സാധനങ്ങൾ ചില സമയത്ത് നമുക്ക് ക്രിഞ്ച് ഫീൽ തരുമല്ലോ, ഇതതില്ല. കാരണം വന്നും പോയുള്ള ക്യാരക്ടേഴ്സും ലാലേട്ടനും അടക്കം എല്ലാവരും ഫസ്റ്റ് ഹാഫിൽ നമുക്ക് തരുന്ന ഒരു തരം ഹാപ്പിനെസ്സിൻ്റെ ഓവർഡോസ് ഉണ്ട്. ആ സാധനം തരുൺ മൂർത്തി കൺവേ ചെയ്തൊരു രീതി ദാറ്റ് ഈസ് സൂപ്പർബ്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ കാണാനിരുന്നൊരു കോംബോ, ലാലേട്ടൻ ശോഭന കോംബോ. ഫോർ മീ പേഴ്സണലി ആ കോംബോയിൽ എവിടെയോ എനിക്കൊരു ലാക്ക് തോന്നിയത് ഇല്ലേ? എനിക്ക് എവിടെയോ ആ ഒരു കോംബോ ഞാൻ പ്രതീക്ഷിച്ച ഒരു നമ്മൾ ലാലേട്ടൻ ശോഭന കോംബോ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ, അതിലെവിടെയോ എനിക്കൊരു ഡിപ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് മാത്രമാണ് തോന്നിയെന്ന് അറിയില്ല. ബട്ട് അതൊന്നും അല്ല സംഗതി. ഫസ്റ്റ് ഹാഫിനകത്ത് നമ്മളിങ്ങനെ എൻജോയ് ചെയ്യുന്ന കുറേ ലാലിസം സാധനങ്ങളുണ്ട്. മാസല്ല കേട്ടോ, ക്ലാസ് ലാലിസം നമ്മളെ ഫീൽ ചെയ്യിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് മൊത്തം ഈ വണ്ടിയും കുട്ടികളും ഫാമിലിയും ആയിട്ട് ഇങ്ങനെ പോകുന്നു. 1-2 ഇൻസിഡൻസ് വരുന്നു. അതിനകത്ത് നൈസായിട്ട് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറേ പാട്ടുകൾ, നല്ല ബ്യൂട്ടിഫുൾ സോങ്സ്. അത് ഒന്ന് കഴിഞ്ഞ് അപ്പുറം ഒന്ന് വരികയാണെന്നുണ്ടെങ്കിലും നമുക്കത് ഒട്ടും എന്ത് ചെയ്യുന്നില്ല, ഒരു ലാഗ് ഫീൽ ചെയ്യാതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അതുകൊണ്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമയ്ക്ക്. അങ്ങനെ ഫസ്റ്റ് ഹാഫാണ് പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ട് കഥ കളി മാറി. അതായത് ഫസ്റ്റ് ഹാഫിൽ തന്ന ആ ഒരു ഹാപ്പിനെസ്സും കൊണ്ടുപോയി നിർത്തുന്ന ടെൻഷനൊക്കെ സെക്കൻഡ് ഹാഫിക്ക് ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ബിൽഡാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, 1-2 സീൻസ് അല്ലേ, കഥ നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മളത് മറന്നുപോകും. അതെന്തറിയോ, ലാലേട്ടന്റെ 1-2 സാധനങ്ങള് മക്കളെ. ഇതിലൊരു ഡയലോഗ് ഉണ്ട്, ആന കാട്ടിൽ നടക്കുമ്പോൾ ആനേന്റെ ഒപ്പം കാട് നടക്കുന്നു. ഇത് പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിൽ ലാലേട്ടൻ കരയുമ്പോൾ നമ്മൾ ഒപ്പം കരയും. അതെ, ലാലേട്ടൻ ചിരിക്കുമ്പോൾ ഒപ്പം ചിരിക്കും. ആ മാജിക് ഒരു സിനിമയ്ക്ക് തരാൻ പറ്റിയ ദാറ്റ് മൂവി വർക്ക്ഡ്. അതാണ് അത് ലാലേട്ടൻ്റെ അല്ലേ,
ഒരു ഭയങ്കര സംഭവമായിട്ടോ അത്. എനിക്ക് തരുൺ മൂർത്തി ഇത്ര ലാലേട്ടൻ ഫാനാണോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരിക്കും ഇല്ലല്ലോ. കാരണം അയാളെ കൊണ്ട് അത് ഇടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് എല്ലാവരെ കൊണ്ടും പറ്റില്ല. മോഹൻലാലിനെ കൊണ്ട് ഇപ്പോൾ ഇതൊക്കെ പുറത്തെടുപ്പിക്കാൻ വളരെ പാടാണ്. കണ്ടിട്ടില്ല ഈ അടുത്തൊന്നും അങ്ങനെ പുറത്ത് വന്നിട്ടുള്ളത്. ഇപ്പൊ നേരിലാണെങ്കിലും നമ്മളല്ലേ കുറച്ചേ കണ്ടുള്ളൂ. ഒന്നുമില്ല. അതെ നേരൊക്കെ ഇത് പണ്ടത്തെ ഒരു ലാലേട്ടൻ ഒരു എന്താ അതെ തമാശക്ക് തമാശ മൂപ്പരാരു സെക്കൻഡ് ഹാഫിൽ മക്കളെ ഗൂസ് ബംസ് തരുന്ന 2-3 സാധനങ്ങളുണ്ട്. റേഞ്ച് സീനുകൾ 2-3 അത് സത്യത്തിൽ ലാലേട്ടൻ ഫാൻസ് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ കുറച്ച് കാലത്തിന് ശേഷം ടു ബി ഹോണസ്റ്റ് എമ്പുരാനിൽ പോലും ലാലേട്ടൻ ഫാൻസ് ആരും തിയേറ്ററിൽ നീച്ചെന്ന് കൈയടിച്ചിട്ടില്ല. ഇത് നീച്ചെന്ന് കൈയടിച്ച് പൊന്നെ. സൂര്യ പറഞ്ഞ മാതിരി ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ട് ലാലേട്ടൻ നടന്നാലും അത് അഴക്, ഇരുന്നാല് ചിരിച്ച അതന്നെ അതിലൊരു സീനൊക്കെ ഉണ്ട് മക്കളെ. അതൊക്കെ ഒരു 1.5 സാധനം. എന്താണെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഒരുപാട് കാര്യങ്ങൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഹാപ്പനിങ് ആണ്. ഞാൻ കഥയുടെ സ്റ്റോറി ലൈൻ ഒന്നും പറയുന്നില്ല. കംപ്ലീറ്റ്ലി സെക്കൻഡ് ഹാഫിൽ മൊത്തം ഡോമിനേറ്റ് ചെയ്ത് പോകുന്നത് ഇതിനകത്തൊരു പോലീസുകാരുണ്ട് ജോർജ്. ആ വൃത്തികെട്ടവനെ കയ്യിൽ കിട്ടിയ തിയേറ്ററിനകത്ത് അപ്പം ഞാൻ തന്നെ എന്ത് ചെയ്യും തച്ചു കൊന്നിട്ടുണ്ടാവും. എടേ എങ്ങനെയാണ് ആ റോൾ അയാൾ അങ്ങനെ ചെയ്തു വെച്ചത്? കാരണം അപ്പുറത്ത് നിൽക്കുന്നത് മോഹൻലാലിനെ പോലെ ഒരു മൗണ്ടൻ, അതിനെ വെച്ചുകൊണ്ട് ഇയാൾ ഇപ്പുറത്ത് കാണിച്ച മാസിലേ. പക്ഷെ ഇവിടെ ആരാണ് അയാള്? ഞാൻ IMDb-യിലൊക്കെ അയാളെ തപ്പി. സത്യത്തിൽ മോഹൻലാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എടുത്ത് പറയാനുള്ള പെർഫോമൻസുകൾ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഫസ്റ്റ് ഹാഫ് കണ്ടു. സെക്കൻഡ് ഹാഫിക്ക് വന്നപ്പോഴത്തേക്ക് കളി മാറി. ഇയാൾ പറയാതെ പോകാൻ പറ്റുന്നില്ല. വേറെ ആരുടെയും പെർഫോമൻസ് അല്ല. ബിനു പപ്പു ഉണ്ട്, ഓക്കെ ഫൈൻ. ശോഭന ഉണ്ട്, ഓക്കെ ഫൈൻ. പക്ഷെ അതൊന്നും അല്ല കളി. ആരാ അയാള്? ഇല്ല, ഇയാൾ ഇങ്ങനെ കൊണ്ടുപോയി. നമ്മൾ ഈ മറ്റേ സിനിമ ഉണ്ടില്ലേ പൃഥ്വിരാജിന്റെ അയ്യപ്പനും കോശി, ആ റേഞ്ച് ഒരു സാധനം. എന്താ ഐറ്റാണ് അയാൾ? ആരാണ് അയാൾ? ടു ബി ഹോണസ്റ്റ് ഞാൻ അയാളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിന് മുമ്പ് അയാൾ പടത്തിൽ നോട്ടീസ് ചെയ്തിട്ടില്ല. ആ ഷമ്മി തിലകൻ അങ്ങനെയൊക്കെ തോന്നി. ഷോ ഒരു രക്ഷയിലിട്ട് അയാള് പോലീസുകാരൻ. അപ്പൊ ഭ്രാന്ത് അയാളെ സൗണ്ട്, അയാളെ ബോഡി ലാംഗ്വേജ്, അയാളെ മാനറിസോ എന്ത് സൈക്കോ അയാള്. അങ്ങനെ അയാളും ലാലേട്ടനും കൂടിയുള്ള കുറെ സാധനങ്ങളുണ്ട്. അയ്യോ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ പൊളിച്ചു, ലാലേട്ടൻ തകർത്തു. സെക്കൻഡ് ഹാഫിൽ വെച്ച കുറെ BGM ഉണ്ട് ലാലേട്ടന്. എന്ത് സാധനം അതൊക്കെ ഒരു സീൻ എലവേറ്റ് ചെയ്യാണ്. ഒരു സീൻ അങ്ങോട്ട് പൊങ്ങി പോവാണ്. അങ്ങനെ സെക്കൻഡ് ഹാഫ് ഒരു എന്താ പറയുക ഒരു മാസ് സാധനമായിട്ട് സെക്കൻഡ് ഹാഫ് കിടിലനായിട്ട് തരുൺ മൂർത്തി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് സെക്കൻഡ് ഹാഫ് ഒന്ന് കട്ട് ഡൗൺ ചെയ്തിരുന്നെങ്കിൽ ഇതൊരു എന്താ പറയുക ബമ്പർ ബ്ലോക്ക് ആയിരുന്നു. ബമ്പർ ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ള രീതിക്ക് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഈ പടം. ഇപ്പോഴേ ആവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് എന്താണെങ്കിലും ഒരു മെഗാ അടിക്കുന്നുള്ള കാര്യം എന്താണെങ്കിലും ഉറപ്പാണ്. ലാലേട്ടൻ ഓൺ ദ ത്രോട്ട് ഒരു 100 കോടി വരെയുള്ള എല്ലാ ചാൻസും ഞാൻ കാണിട്ട് ലാലേട്ടൻ്റെ. അത് ഞാൻ ഇപ്പോഴേ ഞാൻ പറയുകയാണ്. എല്ലാവർക്കും പറ്റും. അതാണ് അതായത് ഞാൻ പറയാലോ ലാലേട്ടൻ ഫാൻസിന് ആവശ്യം എന്താന്നുള്ളത് കൃത്യമായിട്ടാണ് അത് അയാൾ ചെയ്തിട്ടുണ്ട്. അത് തരുൺ മൂർത്തി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ലാലേട്ടൻ ഫാൻസ് ഡിമാൻഡ് ചെയ്യുന്നത്? അത് ക്ലാസ് ആയിട്ടും മാസ്സായിട്ടും സെൻറ്റിമെൻറ്റ്സ് ആയിട്ടും ഇമോഷണലായിട്ടും ആ പാക്കേജ് തരുൺ മൂർത്തിയെ കൊണ്ട് ലാലേട്ടൻ ഫാൻസിന് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് അവർക്ക് കൊടുത്തിട്ടുണ്ട് തരുൺ മൂർത്തി. ഹാറ്റ്സ് ഓഫ്. ഇനി ഇതിൽ എടുത്തു പറയാൻ മാത്രമുള്ള പെർഫോമൻസുകൾ ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് മാത്യു, മകനായിട്ട് വന്ന തോമസ് മാത്യുവിൻ്റെ പെർഫോമൻസ് ഓക്കെയാണ്, ഡീസൻ്റാണ്. ശോഭന ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ കാര്യമായിട്ട് അവർക്ക് അങ്ങനെ ചെയ്യാനുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ബിനു പപ്പുവിനാണ് പിന്നെയും കുറേ അധികം ചെയ്യാനുണ്ടായിരുന്നത്. അത് നന്നായിട്ടല്ലേ അയാൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫറാൻ ഫാസിലും പറയണം അതിനകത്ത്. ഫറാൻ ഫാസിലും അത്യാവശ്യം കയ്യിൽ കിട്ടിയ സാധനം ഡീസൻ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഫറാൻ ഫാസിൽ. മണിയൻ പിള്ളരാജു പിന്നെ അയാൾക്ക് ചെയ്യാനുള്ളത് അയാൾ കുറേയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം അയാളും ഡീസൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭാരതിരാജയാണോ ആ തമിഴ്? അല്ലല്ല, കുട്ടി ആ വയസ്സായ മനുഷ്യൻ തമിഴ്. ഇതൊരു തമിഴ് ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്. ഭാരതിരാജയാണ് തോന്നുന്നു. ഇഫ് ഐ എം നോട്ട് റോങ് അത് ഭാരതിരാജയാണ് തോന്നുന്നു എനിക്ക്. എന്താണെങ്കിലും അങ്ങേരുടെ കുറേ പോർഷൻസ് എനിക്ക് ഭയങ്കര വർക്കാണ് കേട്ടോ. ആ തമിഴ് സാധനം നന്നായിട്ടുണ്ടായിരുന്നു. അത് ജെയ്ക്ക് ബിജോയ് ആണോ മോനെ? വെറുതെ അല്ല എടാ പൊട്ടാ മ്യൂസിക്കടാ, ജെയ്ക്ക് ബിജോയടാ. മ്യൂസിക് ജെയ്ക്ക് ബിജോയ് ആണ്. സജി കുമാറാണ് സിനിമാറ്റോഗ്രാഫർ.
സിനിമാറ്റോഗ്രാഫർക്ക് നല്ല പണിയാണ് ചില സീനുകൾ എടുക്കാൻ, എസ്പെഷ്യലി കുറച്ച് പാട്ട് ആ പേരെഴുതി കാണിക്കുമ്പോൾ പാട്ടും പിന്നത്തെ പാട്ട് പിന്നെ പറയണ്ട, അത് എല്ലാവരും കേട്ട് 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 നമുക്ക് അത്ര ഇഷ്ടമായി പോയി. അതെ, അപ്പം എന്താണെങ്കിലും സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിരുന്നു, മ്യൂസിക് സൈഡും അടിപൊളിയായിരുന്നു, എല്ലാം കൊണ്ടും. മഴ പെയ്തിട്ടുള്ള ഒരു ഫ്രെയിമൊക്കെ സിനിമാറ്റോഗ്രാഫർ ഞാൻ അതാ എടുത്തു പറഞ്ഞേ, മഴ പെയ്തിട്ട് ലാലേട്ടനെ വെക്കുന്ന കുറച്ച് സീൻസ് ഉണ്ട്, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ പുറത്തുനിന്നുള്ള ഭീകര സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ടോട്ടലി ഔട്ട് തരുൺമൂർത്തി ഒരുക്കിയ ലാലേട്ടൻ ലാലിസം ഷോ അല്ലെ. ഒരു കോള് വന്ന് അത് കട്ടായിപ്പോയി. അപ്പോൾ പടം വേറെ റേഞ്ചാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി പടം, ഒരു രക്ഷയില്ല. കംപ്ലീറ്റ് ലാലേട്ടനെ ഒരു പാക്കേജ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കഥയുടെ പോർഷൻസ് വരുന്ന സമയത്ത് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈനായിട്ട് സെക്കൻഡ് ഹാഫിലൊക്കെ തോന്നും. ഓക്കെ, അതിലൊന്നും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് ആ പ്രഡിക്റ്റബിലിറ്റി ഉണ്ടെങ്കിലും ഇത് കാണാൻ ഭയങ്കര രസമാണ് അല്ലേ. ലാലേട്ടന്റെ അഴിഞ്ഞാട്ടം കാണാൻ കുറച്ച് ആൾക്കാർ ഇത് കണ്ടിട്ട് അതുണ്ടാവും. അത് പോയി അങ്ങനെ പൈസ പോയവർ എന്നെ വിളിച്ചാൽ മതി, അതെ, അത് അഭിലാഷ് പറഞ്ഞ വാക്കാണ്. അഭിലാഷിനെ കോണ്ടാക്ട് ചെയ്യുക. എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആ പടത്തിനൊന്നും ആർക്കും പോവൂല. അപ്പൊ ഓക്കെ ഗൈസ്, ധൈര്യമായിട്ട് കയറി കണ്ടോ, മസ്റ്റ് വാച്ച്.